ധ്യാൻ ചേട്ടാ 2023-22 അപേക്ഷിച്ചിട്ട് 24 ധ്യാൻ ചേട്ടൻ്റെതായി വന്നിട്ടുള്ള അനൗൺസ്മെന്റുകൾ വളരെ കുറവാണ്. സിനിമ അനൗൺസ്മെന്റുകൾ കുറവാണ് ശരിക്കും കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ. തെറ്റാണ്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതലാണ് സത്യം. കാരണം പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഷൈൻ ചേട്ടൻ നല്ല ഷൈൻ ചെയ്ത് വൈറലായത് ആദ്യ സംഭവം എപ്പോഴാണ്? ജനിച്ച സമയത്ത്. ചേട്ടനെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാനാണെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പം എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഷൈൻ ചേട്ടനെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നിന്നിലൂടെ നീ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യണം. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവരെന്നോട് ഈ 2024 തുടങ്ങിയ സമയത്തും 2023 അവസാന കാലഘട്ടം ഒരുപാട് പ്രണയ തേപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷൈൻ ചേട്ടനോട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം അല്ലല്ലേ, ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ? മനുഷ്യൻ മാത്രല്ലേ പറ്റുള്ളൂ. പട്ടിക്കുട്ടി വന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? അന്ന് അവിടെ അത്ര റിയാക്ട് ചെയ്യാനുണ്ടായ കാരണം എന്തോ ഷൈൻ ചേട്ടനാ? റിയാക്ഷൻ വന്നതുകൊണ്ടായിരിക്കും. മുകേഷ് ഇപ്പൊ MLA ഒക്കെ ആയിരിക്കുക. അപ്പൊ ഈ 1 കോടി എങ്ങാനും കൈ കിട്ടി എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അതെ. നാടക നടീനടന്മാര് അവരുടെ ട്രൂപ്പ് നടത്തുന്ന എല്ലാവരും എനിക്ക് നേരിട്ടറിയാം. അവരെല്ലാവരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ പൈസ കിട്ടിയാൽ ഞാൻ കൊല്ലത്തുള്ള ഒരു നാടക കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. നമ്മുടെ കുടുംബമായിരിക്കും തന്നെ. നിങ്ങൾ രണ്ടാമത്തെ സിനിമയാണ് ഉടല് കഴിഞ്ഞതിന് ശേഷമുള്ള. അതാണല്ലോ നമ്മളൊരു ശ്രദ്ധ ആകർഷിച്ച സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചത് ആണ് അവൻ ദുബായിലേക്ക് വരുവാൻ നമ്മൾ പ്രലോഭനങ്ങൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ഫ്രെഡി. അപ്പോ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനും അഭിപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഒപ്പം താമസിക്കാനുമുള്ള ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ? പലപ്പോഴും എനിക്കറിയില്ല. അല്ല, നമ്മുടെ ഈ പ്രായത്തിനനുസരിച്ച് നമുക്ക് പൊതുവെ ദുബായിലെത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം കൂടുതൽ കിട്ടുമല്ലേ? ദുബായ് പോയിട്ടില്ലല്ലോ? ഞാൻ പോയിട്ടില്ല. നമ്മൾ ഇത് ഓരോരോ പ്രായത്തിനനുസരിച്ചുള്ള കുസൃതികൾ ഓരോരുത്തർക്കും ഉണ്ടാവുള്ളൂ. അതിൽ കവിഞ്ഞുള്ള കുസൃതികളൊന്നും ഇല്ല. അതാത് പ്രായങ്ങൾ കാണിക്കേണ്ട കുസൃതിത്തരങ്ങൾ അതാത് പ്രായങ്ങൾ കാണിക്കണം. അങ്ങനെ കാണിക്കാത്തവര് കുറച്ച് വയസ്സാകുമ്പോ കാണിക്കും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഇതിലെ സോങ്സ് ഒക്കെ എസ്പെഷ്യലി ട്രിവാൻഡ്രത്തിന്റെ സോങ്സ് ഒക്കെ കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. പാടിയ ലവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് പറയും? ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്? എന്റെ ആൻസർ യെസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചോദ്യം ചോദിക്കും? ഷൈൻ ചേട്ടനെ ഇപ്പൊ കുറച്ച് നാളായി ഞാൻ കണ്ടിട്ട്. കാണുമ്പോഴത്തേക്ക് വിശേഷം ചോദിക്കണം വിചാരിച്ചിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ എൻഗേജ്മെന്റ്. എങ്ങനെ നിങ്ങള് കണ്ടുമുട്ടിയത്? ഭൂമിയിൽ അവതരിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമാണ്. ഇവരെ പൊടിയിട്ടാ പോലും കണ്ടിട്ടില്ല രാത്രി കാലങ്ങളിൽ. ഞങ്ങളുടെ റൂമുകൾ ഞാൻ അവളുടെ റൂമിലും എല്ലാരും തിരിച്ചൊരു പോയി കഴിഞ്ഞാൽ ആരോ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങണം. രാത്രിയല്ല അവിടെ നൈറ്റ് ലൈഫ്, പകലല്ലല്ലോ. രാത്രിയാണ് അവിടെ നൈറ്റ് ലൈഫ്. కింగ్ దుల్కర్కి ఈ ముగ్గురులో ఎవరు క్వీన్ అయితే బాగుంటుంది?
ఏవో ఫోటోలు ఇస్తానని చెప్పారు నాకు పిసిఆర్ అదిగో నిత్యా మేనన్ యు ఆర్ ద కింగ్ ఆఫ్ కొత్త సో కీర్తి సురేష్ ఆర్ మృణాల్ ఠాకూర్ సారీ ఐశ్వర్య ఎనీవే యు ఆర్ దేర్ ఇన్ దిస్ మూవీ దట్స్ వై వి డిడ్ నాట్ సో Smagaru, with you, they all have tough competition. ചേട്ടൻ എങ്ങനെയാ ഒരു പെൺകുട്ടീനെ കാണുമ്പോ എങ്ങനെയാ ഒരു ഇഷ്ടം തോന്നുന്നത്? അത് കല്യാണം കഴിഞ്ഞാ സ്വാഭാവികമായിട്ട് നമുക്ക് സത്യം പറയാലോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ചിലപ്പോൾ 2 മിനിറ്റ് സംസാരിച്ച് നമുക്ക് ആ ഇഷ്ടം പോകും അല്ലേ? ചില പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര കാണാനൊക്കെ ഭയങ്കര ഇതായിരിക്കും, പക്ഷെ 2 മിനിറ്റ് നമ്മളൊന്ന് സംസാരിച്ചാൽ മതി, ഇതുപോലെ ഇരുന്ന് സംസാരിച്ചാൽ മതി. ധ്യാൻ പറഞ്ഞിട്ടുണ്ട് സിനിമ നമ്മുടെ ഹോൾ ലൈഫ് അല്ല, ഒരു ഗാമ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ഒരിക്കൽ പണ്ടപ്പെടോ. ധ്യാൻ ചേട്ടൻ ഒരു ആങ്കർ ആയിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്ന ഏറ്റവും സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പറയാം ലാസ്റ്റ് ഏറ്റവും അവസാനം. എന്റെ എക്സ്പീരിയൻസ്, അവരോട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് കുറെ ഉണ്ട് എനിക്ക്. ബ്രോക്ക് ടെക് അറിയോ? ടെക്കിനെ പറ്റി എന്റെ പ്രിപ്പയർ അതാ പറഞ്ഞ എന്നെ പക്ഷെ പ്രിപ്പയർ ചെയ്ത ചോദ്യം അതാണ്. അതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് ഇല്ല, നമ്മൾ സെർച്ചും ചെയ്ത് റീസെർച്ചും ചെയ്ത് എന്നിട്ട് കിട്ടുന്നില്ല നിങ്ങളെ കുറിച്ചൊന്നും. അത് നമ്മളെ കുറ്റമല്ലേ? നിങ്ങളെ പറ്റിയും സെർച്ച് ചെയ്തൊന്നും കിട്ടാൻ പോകുന്നല്ലോ. ഓക്കെ, തൊപ്പി വേഴ്സസ് വിറ്റ് റോസ്റ്റ് ഭയങ്കര രസമാവാനുള്ള സാധ്യത ഉണ്ട്. തൊപ്പി എന്താണെങ്കിലും വരാൻ റെഡിയാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലാർജർ സ്കെയിലിൽ ഷൈൻ ടോം ചാക്കോനും ധ്യാൻ ശ്രീനിവാസനെയൊക്കെ വെച്ച് AIB ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തൊപ്പീനെ വിളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഒപ്പയർ പോവാം. ഫെബ്രുവരി 2 അയ്യറിൻ അറിവ് തിയേറ്ററിൽ റിലീസ് ആവുമ്പോഴാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഫിലിം കാണണം. വിലയേറെ അഭിപ്രായങ്ങൾ ഇവരെ അറിയിക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ഒരു ഹരം, ഒരു ഹരവും ഒരു വിജയവും. അപ്പൊ നടുക്കിരിക്കുമ്പോ സാറിന്റെ ഒരു ഹരം. തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ അവരുടെ നടുക്കിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതേതാ ഹരം? ആരിൽ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എവിടെ പുതിയ ഡ്രസ് ഇട്ട് വന്ന പുതിയ ഡ്രസ് ഇട്ടാ വന്നാണോ? എല്ലാവരും പുതിയ ഡ്രസ്സാ. പഴയ ഡ്രസ്സാ. 2-3 ഇന്റർവ്യൂ കഴിഞ്ഞു. കുറെ കൊല്ലായി. അതായത് ഡയറക്ടറിന് ജപ്പാനോട് എന്തോ വൈരാഗ്യമുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ സിനിമ എടുത്തത്. സ്റ്റോറി, സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, മേക്കിംഗ് ഇതൊക്കെ ഒഴിച്ചിരുത്തിയാൽ പടം നല്ല പടം. സർവൈവൽ ത്രില്ലർ മൂവിയാണ്. തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയ ഓഡിയൻസിന്റെ ഒരു സർവൈവൽ ത്രില്ലർ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഗൈസ്, ഞാൻ അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയുന്ന ആളല്ല. എല്ലാരും കൊറേ കാര്യല്ലേ ഇഷ്ടം? ഇല്ല, എനിക്ക് കുറച്ച് ചുരുളമുടി 90s കാര്യല്ല പറഞ്ഞേ. എല്ലാരും പറയാം എന്റെ നോട്ടം ഭയങ്കര പവർഫുൾ ആണ്. എന്താ കണ്ണാസുഖം? എങ്ങനെ സ്പോർട്ട്ലി സാധനം പറയുന്നത്? നമ്മള് ഭംഗിയുള്ളവരുടെ അടുത്തിരിക്കുമ്പോ വരുമല്ലോ. പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്? ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് മാറത്തില്ലല്ലോ. ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിംഹം പറയും. ബിക്കോസ് ഞാനൊരു സിംഹക്കുട്ടി എന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട്. ബ്രോ അച്ചായനെ കളിക്കാൻ കിട്ടുമോ? ആദിരാന്ന് തോന്നുന്നു, പെണ്ണാന്ന് തോന്നുന്നു. പെണ്ണാണോ മോളെ? ഇങ്ങനെയൊക്കെ എഴുതരുത് കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫെയർ. താങ്കൾക്ക് ഇപ്പോൾ ഏതാണ്ട് 37 വയസ്സായിരിക്കുന്നു. ഇനിയിപ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താങ്കൾ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞു, അവിവാഹിതനായി തന്നെ മുന്നോട്ട് പോകാനാണ്. രാഷ്ട്രീയത്തിൽ എന്താണ് താങ്കൾ? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം.
എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പദ്ധതി മനസ്സിലുണ്ടോ? സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചു. വേണ്ട എന്ന് വെച്ചിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? താങ്കൾക്ക് പ്രണയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിനപ്പുറം ഇല്ല. അപ്പോൾ അത് സമയമാകുമ്പം ഉണ്ടാകും. അത് ചിലപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോക്കായിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കും. ഞാൻ ഉത്തരം തന്നു. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി. പൊക്കം കാരണം ആളുടെ കൂടെ നിൽക്കണം. ഇവക്കറിയാ. പെൺകുട്ടികള് ചിരിക്കുമ്പോ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈയുണ്ട്. കണ്ടിട്ട് എനിക്ക് എന്താ പറയുന്നത്? ഇത്ര പെട്ടെന്ന് കെട്ടിക്കോളാൻ പറയുന്നത് വിചാരിച്ചു. പ്രണയിക്കുന്നവർക്ക് എന്നും വാലന്റൈൻസ് ഡേ ആണ്. ഇങ്ങനെ February 14, അതുപോലെ ടെഡ്ഡി ഡേ, കിസ് ഡേ, ഹഗ് ഡേ, റോസ് ഡേ. ഇന്നിപ്പോ റോസ് ഡേ. വേറൊരു കാര്യം കൂടി ഞാൻ ഈ കുറെ നാളായിട്ട് കണ്ടുവരുന്നതാണ്, ഈ വാലന്റൈൻസ് ഡേ ആകുമ്പോൾ കുറെ എണ്ണങ്ങൾ ഒരു ഡയറി മിൽക്ക്, ഒരു റോസാപ്പൂ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പാ പെണ്ണ് ഇഷ്ടമെന്ന് പറയും. കണ്ടിട്ട് നിനക്കൊന്നും നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഒരു റോസാപ്പൂ, ഒരു ഡയറി മിൽക്ക് കൊടുക്കുമ്പോ ഒരു കൂട്ടം തന്നെ കൊടുത്തൂടെ? വെൽക്കം. കം. കാർത്തിക് കുട്ടൻ, എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടല്ലേ. അപ്പോ എന്റെ അറിവില് യുവർ ഫാദർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ. ഇത്ര നല്ലൊരു ആപ്പ് ഉണ്ടാക്കി. Are you gossip? So, are you gossip? No. Serious ആണല്ലോ. Because you are spreading too fast. ഇംപ്രസ് ആയി പറ, അല്ലെങ്കിൽ നീ കേൾക്കേണ്ടി വരും ഇതേപോലെ. അന്നൊന്നും ഇത്ര ടെലിവിഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനോടുള്ളൊരു കളിയുന്നേ ഉള്ളൂ, അല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങോ ഒന്നും ഇല്ലായിരുന്നു. അത് കുറച്ച് ഇന്നസെൻസ് ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ടെലിവിഷൻ ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വേണമെന്നല്ല, തീർച്ചയായിട്ടും പറയാം. അങ്ങനെ തന്നെ പറയാം. സാറിന്റെ മുന്നിൽ വളരെ കാര്യം. ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ. വിസ്ഡം എന്നെ പറ്റി ഷേക്സ്പിയർ പറഞ്ഞ എന്താന്ന് പറയാം? ഞാൻ മറുപടി പറയണം. ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ ചേട്ടൻ ഇപ്പൊ ശ്രീനിവാസനെ മനസ്സിലാക്കുന്നത് ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് ശ്രീനിവാസനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാണ്. എന്റെ അച്ഛനാണ്. മനസ്സിലായില്ല? ഞാൻ മനസ്സിലാക്കിയ അത്രയൊന്നും ചേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. അച്ഛനായിക്കോട്ടെ നമ്മുടെ അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് അഭിപ്രായമാണ്. അതേ പുള്ളി മാത്രം നാളായതുകൊണ്ടാണ് ഇത് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ചേട്ടൻ ഇതിനെ ചോദിച്ചിട്ട് അതുപോലെ എന്റെ അച്ഛനോട് ചോദിക്കുന്നത്. അതാണ് ചേട്ടന്റെ അച്ഛനെ. സോ ബ്രഹ്മയുഗം രാവിലെ കണ്ടു. ഞാൻ ആദ്യം റിവ്യൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് ഇന്ന് റിവ്യൂ ഇടാൻ പോകുന്ന എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ആയിരിക്കും ഇതിടുന്നത്. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ കളറിലിട്ടു. അല്ലു അർജുന്റെ അടുത്ത ശബ്ദമാവാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, അല്ലു അർജുന്റെ അടുത്ത ശബ്ദം നിങ്ങൾ എന്തിനാവാൻ? ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ പിന്നെ അല്ലു അർജുന് വേണ്ടിയിട്ട് ജിസ്റ്റോയ് തിരക്കായി കഴിഞ്ഞാൽ ഞാൻ അല്ലു അർജുന് വേണ്ടി ഇടപെടും. അതും കൂടെ ചേർന്നതായിരിക്കും എന്റെ തിരക്ക്. അപ്പൊ മച്ചന്മാർ അവിടെ വെട്ടിക്കെട്ടിനുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്താലോ. അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രേമിക്കാൻ നടക്കുന്ന രക്ഷകൃതനും നാളെ ഡയറി മിൽക്ക് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കടയിലുള്ള എല്ലാം, നമ്മുടെ നാട്ടിലുള്ള കടകളിലുള്ള എല്ലാ ഡയറി മിൽക്കും നമ്മൾ എന്താ പറയുക, ഒറ്റ കട വിടാതെ എല്ലാം ഇറങ്ങി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ.
കേട്ടോ അത്ര എഫേർട്ട് എടുത്തിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ഷൈൻ ചേട്ടൻ ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മളോടൊന്ന് പങ്കുവെക്കുവോ? ഷൈൻ ചേട്ടൻ ചെയ്യുന്ന റോളിനെ പറ്റി നമ്മുടെ സിനിമയില് എണ്ണം നിഷാദിക്കേണ്ട സിനിമ പേര് നാട്ടിലെല്ലാവരും അടിക്കുന്ന സാധനം തന്നെ നമ്മൾ അടിക്കുന്നു. എന്തോ എങ്ങനെ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ വന്താൻ തലവരവ Drunk and tipsy in the shop, kallan curry. Vibing with the thing, chilling with the jungle. So are you YouTuber or something? No. Why? Don't lie. Doing master. നമ്മ എന്തിനാ ഇറങ്ങിയതാ മറ്റേ ഇവിടെ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കണം. ഓക്കെ എന്താ പറയാ എന്താ പറയണ്ടേ? മലയാളം പറഞ്ഞാൽ മതി. ഇവര് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇതിനുശേഷം റിലേഷൻ ഉണ്ടായി. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ്, ഇവ എത്ര വലിയ ആളല്ലേ, അപ്പൊ അതിനറിയണം ഇങ്ങനെ വേറെ വല്ല സ്വാഭാവികമായിട്ട്. അങ്ങനെ ഈ കുട്ടി എന്താ ചെയ്ത്, ഈ കുട്ടിയുടെ ഒരു കസിനെ കൊണ്ടുവരെ മെസ്സേജ് അയച്ചു. അത് ദൈവഭാഗ്യം എന്ന് വെച്ചാൽ ഇവൻ ആ കുട്ടിക്ക് സെറ്റായി. കസിനായിട്ട് റിലേഷൻ ആയില്ലേ? എന്നിട്ടിപ്പോ ഇപ്പോഴും റിലേഷൻ ഉണ്ടോ? അത് ബ്രേക്കപ്പ് റിലേഷൻ ഒന്നല്ല, ഇവിടെ തൂക്കാൻ വേണ്ടി പോയി. കിട്ടിയതും ഇല്ല, അതും പോയി ഇതും പോയി, മൊത്തം വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ, ഒരു ഉമ്മ തരുവോ? അതൊന്നും പറ്റൂല. നോക്ക് നീ, അവളെ ബെസ്റ്റികൾക്ക് മറ്റന്മാർക്കൊക്കെ ഉമ്മ കൊടുക്കും. അവളുടെ ലവറായ എനിക്ക് ഇതുവരെ ഒരു കോപ്പും കിട്ടിയിട്ടില്ല. സൈക്കോ, അതിനെന്തിനു നീ അവളെ കൊളത്തി തള്ളിയിട്ടേ? അത് പിന്നെ കൊളത്തി തള്ളിയിട്ടാലല്ലേ രക്ഷിക്കാൻ പറ്റൂ, രക്ഷിച്ചാലല്ലേ കൃത്രിമ ശ്വാസം കൊടുത്ത് ഉമ്മ വയ്ക്കാൻ പറ്റൂ. ടൂൺ വെച്ച് കണ്ടുപിടിക്കണം. ഞങ്ങൾക്ക് ഒന്ന് പാടി കൊടുക്കും. എന്നെ കണ്ട എന്ത് പാട്ടാ പാടാൻ തോന്നുന്നത്? അത് പാടാം. ഒന്നും പാടാൻ തോന്നില്ല. നമസ്കാരം. ചിത്ര ചേച്ചി, വിധു, സിത്തു, ഷെറിഫിക്ക, ബാക്കി എല്ലാവർക്കും നമസ്കാരം. അടിപൊളി. എന്റെ പേര് വർഷ രമേശ് എന്നാണ്. വർഷ രമേശ്. ആഹാ, കലക്കി. അപ്പൊ നമ്മൾ എല്ലാ വർഷവും രമേശ് ജനിച്ചപ്പോ തൊട്ട്. എത്തിസ്റ്റുകളുടെ മക്കൾ എന്ന് പറയാൻ ആരെങ്കിലും കാണിച്ചു അങ്ങനെ ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ? അച്ഛനും അമ്മയും ഏതെങ്കിലും മതത്തിൽ പെട്ടതായിരിക്കില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ മോള് എന്തായാലും എത്തീസ്റ്റിന്റെ. പക്ഷെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല, അത് തിരയേണ്ട കാര്യമില്ല, അത് കഴിഞ്ഞ. അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു? അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഒരു പരിപാടി അങ്ങനെ. എടാ പോവാ. എടാ നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നീ എന്തിനാണ് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ ചിരി കണ്ടറിയാം നീ ഫേക്ക് ആണെന്ന്. നീ ഏത് സമയം ഈ ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് എന്തിനാണ്? നിനക്കൊന്ന് ഹോണസ്റ്റ് ആയിട്ടിരുന്നോ? നിനക്ക് എന്താ തോന്നുന്നത് അങ്ങനെ പറയും. നീ അതുകൊണ്ട് ദയവ് നീ ഹോണസ്റ്റ് ആയിട്ടിരിക്കും. ശരിടാ, നീ എന്താ ലേറ്റ് ആയത്? 1.5 മണിക്കൂറായിട്ട് ഞാൻ അവിടെ വെക്കാം. നിന്റെ മറ്റവളല്ലേ, അവളുടെ പേരെന്തായിരുന്നു? ക്രിഞ്ചന. അവളായിരുന്നെങ്കിൽ നീ ഇവിടെ നേരത്തെ വന്നിട്ട് പായം വിരിച്ചിരിക്കില്ലേ നായെ? എടാ നിന്റെ അവളുടെ ക്രിഞ്ച് കാണുമ്പോണ്ടല്ലോ രണ്ടിനും ചുമരി തൂക്കാൻ തോന്നും. അതിനിടെ നീയൊക്കെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് നായിന്റെ മോനെ? അപ്പൊ എത്തിസ്റ്റുകളോട് ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരോടും ഞാൻ സംസാരിക്കാം. അന്ധമായ വിശ്വാസമാണത്. അല്ല, ചിലപ്പോ അവര് രണ്ടുപേരും 2 മതത്തിലാവും. നമ്മളിപ്പോ ചില പോളിസി ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ട്. എന്നറിയോ? ഭയങ്കര അന്ധമായിട്ട് വിശ്വസിക്കുന്നവരായിട്ട് സംസാരിക്കാറില്ല. അല്ല, ഞാൻ
ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ട്രാൻസ്ഫോമറിന്റെ മുകളിലായി പാർക്ക്, അതിന് താഴെ ഒരു കാട്ടാന നിൽക്കുകയാണ്. ട്രാൻസ്ഫോമറിന്റെ ബാക്കിൽ ഒരുപാട് കുടുംബങ്ങളും ഉണ്ട്. നിങ്ങൾ ആ സാഹചര്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സാർ, ഞാൻ ഒട്ടും അമാന്തിക്കാതെ തന്നെ ആദ്യം ആ കാട്ടാനയെ മെരുക്കിയെടുത്തു. എന്നിട്ട് ആ കാട്ടാനയും കൊണ്ട് പോയി ഒരാറ്റിൽ നിന്നും വെള്ളം പിടിപ്പിക്കും, തുമ്പിക്കൈ നിറയെ. ശേഷം ആ കാട്ടാനയും കൊണ്ട് വന്ന് ട്രാൻസ്ഫോമറിന്റെ ഫ്രണ്ടിൽ നിർത്തി ചീറ്റിക്കും. അപ്പൊ തീയാണേ കുടുംബങ്ങൾ രക്ഷപ്പെടും. എന്താണ് പ്ലാൻ? ഇല്ല, ഒന്നുമില്ല. നമ്മള് ആക്ച്വലി എന്റെ അടുത്ത് നമ്മുടെ സുഹൃത്താണ് എന്റെ ഡയറക്ടർ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനൊന്ന് ഹിപ്നോട്ടിസം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അളിയനെ നടക്കുന്ന കേസല്ല, ഞാൻ മനുഷ്യനല്ലോ. ആണ് അർജന്റീന ഫാൻസിന്റെ മാത്രമല്ല, ഫുട്ബോൾ ഫാൻസിന്റെ കഥയാണ്. ഇഷ്ടമുള്ള. ഓക്കെ, ഗ്രേറ്റ്. സോ കാളിദാസ് അർജന്റീന ഫാൻ ആളായിട്ടല്ലേ? അതെ. റിയൽ ലൈഫിൽ ആരുടെ ഫാനാണ്? ഏത് ടീമിന്റെ ഫാനാണ്? ജർമ്മനി. ജർമ്മനിയാ? സിനിമ കഴിയുന്നവരെങ്കിലും അർജന്റീന ഫാൻ എന്ന് പറഞ്ഞൂടെ? ഓക്കെ, സിനിമ കഴിയുന്നവരെ അർജന്റീന. ആണോ? അല്ല 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 ഷൂറാണോ? അതേ പറഞ്ഞു, ഇവന്റെ നടക്കൂല. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നീ മനുഷ്യനല്ല. അതെ, മെന്റലിസം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ ഇതുപോലുള്ള ആളുകളാണ് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കും. കൃത്യമായിട്ടൊക്കെ ആടെന്ന് മനസ്സിലാക്കുക. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യും. വേണ്ട, ക്ലൂ ഒന്നും വേണ്ട. ഇമോഷണലി തകർക്കണമെന്ന് ഞാൻ വിചാരിച്ച ഈ സെക്കൻഡ് ഞാൻ തകർക്കും. പക്ഷേ എന്താണെന്നറിയോ, എനിക്ക് ഇമോഷണലി ഒരാളെ തകർക്കുമ്പോ നീ എവിടെ സങ്കടപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനും കൂടെ. ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. ഒരു മനുഷ്യനാണ്. വെൽക്കം ടു ദ ഷോ, ധ്യാൻ ശ്രീനിവാസൻ. വെൽക്കം മച്ചാനെ. ശരിക്കും നമ്മൾ രണ്ടുപേരും ശരിക്കും ഇന്റർവ്യൂസ് കൊണ്ട് വൈറലായ രണ്ടുപേരാണ്. എനിക്കൊരു ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. തെറി കേട്ട് ഫേമസ് ആയതും ഞാൻ അധികം അങ്ങനെ തെറി കേട്ട് ഫേമസ് ആയിട്ടില്ല. സിമ്പിളാണ്, ഹമ്പിളാണ്, ശരിക്കും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ധാരണകൾ നമുക്ക് ധ്യാനെ പറ്റിയുള്ളത് മാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വ്യക്തമായിട്ട് ധാരണകൾ വെച്ച് വരുന്ന തെണ്ടികളാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. എന്നെ ഇഷ്ടമല്ല. അല്ല, ചോദിച്ചു പോയവൻ இன்னொரு மேட்டர் இருக்குது. என்னன்னா வந்துட்டு இந்த கேம் ஃபுல்லா, இந்த வீடியோ ஃபுல்லா வந்துட்டு நீங்களும் நானும் ஓகே சரி அப்புறம் போர் இது மூணும் சொல்லக்கூடாது. ஓகே சரி, உங்களுக்கு அடுத்த வாரம் படம் பேர் என்ன? அடுத்த வாரம் படம் பேரு தியேட்டர்ல போய் பாருங்க. வாரோட தமிழ் வேர்டு. പരിപാടിയുണ്ട്, എന്നാലും വിളിച്ചാൽ അത് കൃത്യമായിട്ട് അതിന് ഓരോ കിട്ടും. എവിടെ പോയി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടത്തും കിട്ടും. ഈ വർഷം തുടങ്ങിയിട്ട് 5 മാസമായിട്ടുള്ളൂ. ഈ 5 മാസം കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി കേൾക്കണം? ഇപ്പൊ ഞാൻ ഖത്തറിൽ പോയി, ദുബായ് 2 പ്രാവശ്യം പോയി, അബുദാബി 1 പോയി, മെയിൽ ഇനി ആഫ്രിക്കയിൽ പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഒരു മലയാളി പ്രോഗ്രാം ജോർദാൻ, ഇസ്രായേലിലൊക്കെ നടക്കാൻ പോകുന്നുണ്ട്, അതിന് പോകുന്നുണ്ട്. ഈ മെയ്യോടുകൂടി ഇത്രയും രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. പോവാത്ത രാജ്യങ്ങളും ഉണ്ട്, കുറവാണ്. ഈ യാത്രകളിൽ എന്താ കളക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും കാണല്ലോ, നമുക്ക് കൗതുകങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന് ചെയ്ത പേര് കളക്ട് ചെയ്യും. Okay, so I won't kiss on screen. No. Okay. കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യും. I have kissed off screen. Yes. A couple of times. Yes. ചെയ്തിട്ടുണ്ട്. Okay, how many? അതൊന്നും എനിക്കറിയില്ല. എണ്ണി നോക്കിയിട്ടില്ല. അങ്ങനല്ല, എണ്ണാൻ പറ്റാത്തത്ര ഉണ്ടെന്നാണോ? ഒരിക്കലും അല്ല, അത്ര കുറവാന്നൊക്കെ. ഓക്കെ, ഇതൊക്കെ അച്ഛനറിയോ? ഇത് വരുമ്പോഴത്തേക്കും ഒരു തീരുമാനമാവും. നിങ്ങൾ സാധാരണ സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂറൊക്കെ പോകുമായിരുന്നു? ഞങ്ങള് എല്ലാ വർഷവും ആ വർഷം നമ്മള് സമ്പാദിച്ച കാശിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ എല്ലാ വർഷവും ടൂർ പോകും. അങ്ങനെ പ്ലാൻ ചെയ്ത ടൂറാണ്. ഈ ടൂറിൽ താങ്കൾ പോയില്ല? പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അവസാന നിമിഷം എനിക്ക് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പോയേനെ. ഞാൻ മാറിയ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞ സുഭാഷ്. ആ ഗ്യാപ്പിൽ പോയാണ് സുഭാഷ് 100 അടി താഴ്ചയിലേക്ക് പോയത് അല്ലേ? ഓക്കെ, അങ്ങനെ വേണം പോവാൻ. കോളേജ് മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എല്ലാവർക്കും, എല്ലാ കാറ്റഗറി ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോയി കാണും. നെക്സ്റ്റ് ഡേ അല്ല, ഇന്ന് പോയി കാണണം. ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകണം.
വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് ഒക്കെ പറയാൻ നേരത്ത് മലയാളത്തിലെ പ്രേക്ഷകര് എന്താ ഇവൻ പറയുന്നു, എന്ത് ജാടയാ ഇവനെന്താ, മലയാള പ്രേക്ഷകർ ഇങ്ങനെ ആശ്വസിച്ച് പുള്ളിയല്ലേ വൃത്തിയല്ലേ അവൻ ഇനിമാറ്റിയെ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ 16 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കമ്മിറ്റ് ചെയ്ത സിനിമയല്ലേ ആടുജീവിതം. വാവ്, ഓസം. ഇന്ന് മലയാള സിനിമയിൽ ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ട്. വേറൊന്നും അല്ല, കാരണം തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാറ് തലകുത്തി നിർത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ടൊരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാടല്ല, ഇവരനുഭവിച്ച് നോക്കുമ്പോൾ നഗ്നനായിട്ട് നിൽക്കുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റും. ഓൺലി പോസിറ്റീവ് മൂവി റിവ്യൂസ്, സ്പ്രെഡ് ഹാപ്പിനെസ്, സ്പ്രെഡ് സ്മൈൽ. സിനിമ എന്ത് കൂറയാണെങ്കിലും നമ്മൾ പോസിറ്റീവായി പറയത്തുള്ള സിനിമയെ പറ്റി. ആ തിയേറ്ററിൽ കയറി അങ്ങ് ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് ഒരു എവേ ഫ്രം ഹോം എന്നൊരു ഫീല് വന്നില്ല. കാരണം ഞാൻ ബെഡിൽ നിന്ന് നേരെ പോയി സീറ്റിലാണ് ഇരുന്നത് തിയേറ്ററിൽ. അപ്പോൾ എനിക്കൊരു എവേ ഫ്രം ഹോം ഫീല് വന്നില്ല. ഞാൻ നല്ല സുഖമായിട്ട് ആ സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് AC ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ എന്ത് കൂറയാണെങ്കിലും നമ്മൾ പോസിറ്റീവായി പറയത്തുള്ള ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അൾട്ടിമേറ്റ്ലി മാൻ ഇസ് എ ബോൺ അനിമൽ. ഇതാണ് കേട്ടാ സൗണ്ട്. എന്റെ ഈ ഒരു ഇത്രയും ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിന്റെ സീക്രട്ട്? അന്ന് വേറെ പെമ്പിള്ളേർ കമ്പനി ഇല്ലേ? എനിക്ക് വേറെ ആരും കമ്പനി ഇല്ല. കൂടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് എപ്പോഴും ഈ ബ്രാൻഡ് അംബാസിഡർ കോൺട്രാക്ട് പുതുക്കേണ്ട സമയമാകുമ്പോൾ എന്നെ പ്രകാശ് കാണാൻ വരും. പ്രകാശ് കാണാൻ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്, ഒന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ വീണ്ടും ഒപ്പിട്ട് നമ്മൾ തമ്മിലൊരു ധാരണയായി കഴിയുമ്പോൾ ഒപ്പിട്ട സ്ഥിതിക്ക് 25-ാം തീയതി 2 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഷോറൂം ഇനോഗ്രേഷനും 28-ാം തീയതി 1,10,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഷോറൂം ഇനോഗ്രേഷനും ഉണ്ട് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് പ്രകാശിനും കല്യാൺ സിൽക്സിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോതായ ഗൈഡായിട്ട് നിൽക്കാറുണ്ട്. അനിയന് കൊടുക്കാൻ പറ്റിയ ഒരു അനിയന് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം പറയാൻ പറ്റുമോ? ധ്യാന് ഇന്റർവ്യൂ കൊടുക്കരുത്. ഇപ്പം രോമാഞ്ചത്തിന്റെ അത്രയും ഫാൻസ് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, രോമാഞ്ചത്തിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ? ഉണ്ടാവേണ്ടതാണ്. എപ്പോന്നുള്ളത് അറിയില്ല, പക്ഷെ ഉണ്ടാവും. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാലോ. അപ്പൊ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവും. അപ്പൊ നിനക്ക് ഒരു ഉമ്മയല്ല, ഒരു ഉമ്മറം തന്നെ ഉണ്ടല്ലോ പന്നി. എന്താണ് അനിയന്മാരെ പ്രശ്നം? ചേട്ടൻ അറിയും, ഇവനെന്റെ പെങ്ങളെ എല്ലാം അങ്ങ് അറിയണം. അങ്ങനെയല്ല, 2 മലയാളി തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരു മലയാളി വന്നത് പരിഹരിക്കണം എന്നാണല്ലോ. ചേട്ടൻ മറ്റേ കൃഷ്ണനെ കുറെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. വളയുമില്ലോ എന്നുള്ളത് ഈ 1-ാം തീയതി തിയേറ്ററിൽ പടം ഇറങ്ങാൻ പോയി കാണും. ഏത് പടം? മലയാളി ഫ്രം ഇന്ത്യ. ആണോ? എന്നാ പോയിട്ട് 1-ാം തീയതി കഴിഞ്ഞിട്ടോ ഞങ്ങളിവിടെ പ്രശ്നം പരിഹരിക്കട്ടെ. ശരി. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തും. എന്റെ കയറി ചൊറിഞ്ഞാ ഞാൻ കയറി മാന്തോ. ആർക്കെങ്കിലും മാന്തണമെങ്കിൽ അവരെ ചൊറിഞ്ഞാൽ മതി. ഇപ്പം ഹിപ്സ്റ്ററിലേക്ക് വരുമ്പോഴേക്കും യൂട്യൂബ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം 1 year ആയി പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പം കംപ്ലീറ്റ്ലി ആ ഒരു മേഖല വിട്ടോ? ഫുള്ള് കംപ്ലീറ്റ്. അപ്പൊ മറ്റേ യൂട്യൂബ് ഫാൻസിനോട് എന്ത് പറയും? സിനിമ കാണാൻ പറയും.
ചില സീൻസിലുണ്ടല്ലോ, എസ്പെഷ്യലി ആ ലാസ്റ്റ് സീൻസ്, ഇവരാ തല്ലാനായിട്ട് ഓടിച്ചിട്ട് വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സീനില് പിണങ്ങി മാറി നിൽക്കുന്നില്ലേ, എവിടേക്കോ ഞങ്ങൾക്ക് മറ്റേ സിറാജേട്ടന്റെ ദാമുനി കുറു സന്തോഷം. അത് വളരെ സന്തോഷം പറയുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. ചോദ്യം ചോദിക്കണല്ലോ, ഇങ്ങനെ വെറൈറ്റി മീഡിയ ഭയങ്കര വെറൈറ്റി ആണല്ലോ. ഷൈജേട്ടാ എല്ലാരും ചോദിക്കും എന്തോ സാധനം ഈ അടിക്കുന്നേ, എന്ത് അടിക്കുന്നേന്നോ? ഞാൻ വീട്ടിൽ പെയിന്റ് അടിക്കാനൊക്കെ പോവാറുണ്ട്. അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? റിയാക്ഷൻ ചെയ്യുന്നത്, ഗെയിമിംഗ് ചെയ്യുന്നത്, ഇപ്പൊ സിനിമയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ട് ആ ഒരു ചേഞ്ച് വളരെ മാറ്റമാണ്. ആ മാറ്റം പടത്തിൽ കാണാൻ ആ മാറ്റം വളരെ നല്ലൊരു ചേഞ്ച്. എന്താണ് ഇതുകൊണ്ടാണോ മിണ്ടാത്തത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. എന്തായിരുന്നു? ചേഞ്ച് അല്ലേ? ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ്, അതാണ് അറിയാത്തത്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. ഏത് ഗവൺമെന്റും ആണെങ്കിലും ഒരു തുടർ ഭരണം അല്ലെങ്കിൽ ആൾക്കാർ ഇവർ മതി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അവർ ചെയ്തിട്ടുള്ള വികസനങ്ങൾ വെച്ചുകൊണ്ടാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വിസ്മരിക്കപ്പെടും. എനിക്ക് ജീവിത സൗകര്യങ്ങൾ, എൻ്റെ കുട്ടികൾക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് പഠിക്കുവാൻ, അതല്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോഴുള്ള കാര്യം, നമുക്ക് സഞ്ചരിക്കുവാൻ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ആരാണോ ചെയ്തത് അവർ തന്നെയാണ് വീണ്ടും അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടിയെ വീണ്ടും വീണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവും അവിടെ. ഷാഫിയുടെ പിന്നിൽ ഒരു സംഘമുണ്ട് എന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്ന കേട്ടു. അങ്ങനെ ഒരു സംഘം ഉണ്ടോ? ഉണ്ട്. എന്റെ പിന്നിലും എന്റെ ഒപ്പവും എന്റെ മുന്നിലും ഒക്കെ വടകരയിൽ ഒരു സംഘം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അവരുടെ തേരിൽ കയറിയിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. കാശില്ലല്ലോ അങ്ങോട്ടയക്കാൻ ഇങ്ങോട്ടയക്കാൻ. ഇന്ന് ഡാഡി എനിക്ക് 1 lakh അയച്ചു, പക്ഷെ പുള്ളിക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയി പോയി. കൊറേ ക്യാഷ് ഉണ്ടല്ലോ അളിയാ, പിന്നെന്തിനാ ക്യാഷ് ബാക്ക്? അളിയ എന്റെ കയ്യിലുള്ളതും നിന്റെ കയ്യിൽ ഇല്ലാത്തതും എന്തോന്നു? എന്താ? പണം. അളിയ ഒരു മിനിറ്റ്. ആരടാ? നിനക്കില്ലാത്തതും എനിക്കുള്ളതും പെണ്ണ്. உருவசி வந்து இன்னைக்கு மத்தியானம் கூப்பிட்டேங்கிட்ட, ஜெயராம் நீங்கள் இன்னைக்கு அந்த கெல்லாட்டா இதுக்கு போகிறீங்களா அவார்டுக்கு? மலையாளத்தில் தான் பேசினாங்க. நான் சொன்னேன் போகுന്നുണ്ട് உருவசி, நான் போகுന്നുണ്ട്. இல்லை எனக்கு வந்து உடம்பு சரியில்லை, 2 நாளாக கேரளா போயிட்டு வந்து ரொம்ப இதாக இருக்குது, ஃபீவராக இருக்குது, ஸோ என்னால் வர முடியாது. எனக்கு இன்னொரு சின்ன உதவி பண்ணேன். எனக்கு ஜுரம் சொல்ல வேண்டாம், நான் கேரளாவில் வந்து ஷூட்டிங்கில் இருக்குன்னு ஒரு போய் சொல்ல முடியுமா என்ன கேட்டாங்க. நான் சொல்கிறேன் கண்டிப்பாக சொல்லிவிடுறேன் உருவசி சொன்னேன். அது இங்கே வந்து திருப்பியும் போய் சொல்ல என்னால் முடியல. இது வந்து எப்படினாலும் டிவியில் டெலிகாஸ்ட் வரும்போது தான் உருவசி பார்க்க போகிறாங்க. உருவசி என்னால் இவ்வளோதான் முடியும். தேங்க்யூ ஸோ மச். പറഞ്ഞോ, എന്തായാലും പഠിച്ചിട്ടൊക്കെ വന്നതല്ലേ. Okay, first one, I'm a huge fan of yours. Could you give me an autograph? But on a marriage certificate. ആരും റെസ്പോണ്ട് ചെയ്യല്ലേ? ഒന്ന് റേറ്റ് ചെയ്യാം ഔട്ട് ഓഫ് 5. 0.5. ഇന്നലെ സിനിമ കണ്ടിട്ട് ഓക്കെ അല്ലേ? രാത്രി ആ സിനിമയെ കുറിച്ച് ചിന്തിച്ചോ?
കാണേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിച്ചു. Feel my shirt and can you guess the material? ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ക്ലോത്ത് പിടിച്ചു നോക്കാൻ വേണ്ടി കഞ്ഞേട്ട ഇങ്ങനെ വരുമായിരുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി ജയിച്ചാൽ ആദ്യം അവർ പോകുന്നത് പാർലമെന്റിലേക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലേക്കാണോ എന്നാണ് ഞങ്ങൾക്ക് സംശയം. ഇവിടെ രണ്ട് മുന്നണികളും ചേർന്നിട്ട് കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ പോകും, കോൺഗ്രസ്സുകാർ BJP പോകും എന്ന് പറയുകയാണ്. CPM-കാരനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ്സുകാര് ശരി തന്നെയാണ്, ജയിച്ചു കഴിയുമ്പോൾ കുറെ പേര് റിസോർട്ടിലും കുറെ പേര് BJP-യിലും ഒക്കെ എത്തുന്നുണ്ട്. അത് സംഭവം സത്യം തന്നെയാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കൈയടിക്കേണ്ട, കരയേണ്ടി വരും. ഇവിടെ പറയാണ് ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ് തോറ്റിട്ടും കോൺഗ്രസിന് 10-30% വോട്ട് അവിടെയുണ്ട്. 2017 ത്രിപുരയിൽ തോക്കുമ്പോ നിങ്ങൾക്ക് 42% വോട്ടുണ്ട്. ഇപ്പൊ 17% വോട്ട് മാത്രമാണുള്ളത്. പാർട്ടി മൊത്തമായിട്ട് ഒരിച്ച് BJP പോയി. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ CPM-ന്റെ അവസ്ഥ. ഇപ്പം ഇങ്ങനൊരു ക്യാരക്ടർ വരുന്നു, മലയാളത്തിൽ ഒരു വില്ലനായിട്ട് തന്നെ എൻട്രി ചെയ്യുന്നു. സോ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു മലയാളം മൂവി. എനിക്ക് തോന്നുന്നു മലയാളം മൂവീസിനെ കുറിച്ച് ഇതിനു മുന്നേ പല ഇന്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായി കാണുമോ? ലൈക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിൽ വരണം, അല്ലെങ്കിൽ ഇതുപോലൊരു ക്യാരക്ടർ? ജനിച്ചപ്പോഴേ എന്റെ ആഗ്രഹം മലയാളത്തിൽ വില്ലനായിട്ട് ചേട്ടാ, രണ്ടുപേരുടെ ഇടയിലാണ് മാളവിക, ദേവിക. ഈ രണ്ടുപേർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താണ്? രണ്ടുപേരിലും കായുണ്ട് അല്ലേ? മാളവിക, ദേവിക അല്ലേ? ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കായുണ്ട്. സെറ്റാക്കി പവർ